കാസർഗോഡ് കറന്തക്കാട് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. 4 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രിയാണ് അപകടം. അപകടത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, അപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. 4 പേർക്കാണ് പരിക്കേറ്റത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? വിനീത, ഞായറാഴ്ച രാത്രി 11:55 ഈ അപകടമുണ്ടായത്. കാസർഗോഡ് നഗരത്തിൽ തന്നെയുള്ള കറന്തക്കാട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. മംഗളൂരുവിൽ നിന്ന് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ ഇന്നോവ കാർ. അതിനിടെ മറ്റൊരു റോഡിൽ നിന്നും, മധൂരിൽ നിന്ന് വരുന്ന ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മറ്റൊരു കാറ് ഈ ദേശീയപാതയുടെ സർവീസ് റോഡിലേക്ക് കയറി. ആ സമയത്താണ് ഇന്നോവ കാർ കടന്നു പോകുന്നത്. ഇന്നോവ കാറിന്റെ ബേക്ക് വശത്താണ്, പിൻവശത്താണ് ഈ മറ്റൊരു കാറ് ഇടിച്ചത്. അങ്ങനെ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് നമ്മൾ കാണുന്നത് പോലെ തലകീഴായി മറിഞ്ഞ് തൊട്ടരികിലുള്ളൊരു മതിലിലേക്ക് ഇടിച്ചു കയറും. മതിലിന് മാത്രമല്ല, അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുൾപ്പെടെയാണ് അതിലേക്കാണ് ഇടിച്ചു കയറിയത്. ആ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു കാർ, അതായത് നേരത്തെ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി ഇന്നോവ കാറിൽ തട്ടിയ ആ കാറിലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല. ഈ ഇന്നോവ കാറിൽ കൃത്യമായി തന്നെ ഈ എയർ ബാഗ് ഒക്കെ പ്രവർത്തിച്ചതുകൊണ്ട് പരിക്ക് ഗുരുതരമായില്ല എന്നതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ നടുക്കുന്ന ഒരു ഞെട്ടിക്കുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാസർഗോഡ് നഗരത്തിൽ വെച്ച് തന്നെയാണ് ഞായറാഴ്ച രാത്രി ഈ അപകടം ഉണ്ടായത്. ഈ ഇന്നോവ കാറിൽ തട്ടിയ കാർ പിന്നീട് നിയന്ത്രണം വിട്ട് ഈ സർവീസ് റോഡിന്റെ അരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ കൂടി ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാറിന് ചെറിയ തോതിൽ മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ. ഇന്നോവ കാറ് പൂർണ്ണമായും തന്നെ തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ അപകടത്തിൽ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരം എന്തായാലും ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് കാറ് ഇടിച്ച് കീഴ്മേൽ മറിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം.